മുമ്പേ ചക്ക കൊണ്ടുവന്നത് ഞാൻ തോരൻ വെക്കുക. ഇടിച്ചക്ക കൊണ്ടുവന്നല്ലേ, 100 രൂപയ്ക്ക് മേടിച്ച് ഇടിച്ചക്ക. അതെല്ലാം പകുതിയായത്. അത് ഞാൻ എന്താണ്ട് അരിഞ്ഞ് കഴുകി മിക്സിയിൽ ഞാനൊന്ന് പൊടിച്ചതായത്. അത് തോരൻ വെക്കുക. അപ്പം അതിനകത്ത് ശകലം വെള്ളം കൂടെ ഒഴിച്ച് ചക്കയല്ലേ വേവണ്ടേ, ഒന്ന് വെന്തോട്ടെ. ശകലം ഉപ്പ് ഇട്ട് ശകലം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കട്ടെ. അത് അവിടെ നിന്നൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ അതിന് വേണമെന്ന് അരപ്പൊന്ന് തയ്യാറാക്കാം. അതേടെ അതിന് വേണമെന്ന് അരപ്പ് ഞാനുള്ളത് റെഡിയാക്കി. തേങ്ങ ഇതിനകത്ത് ജീരകവും വെളുത്തുള്ളി 2 കറിവേപ്പിലയും ഇവിടെ ഇട്ടിട്ടുണ്ട്. 3-4 പച്ചമുളകും. തേങ്ങയും പച്ചമുളകും പിന്നെ ജീരകം വെളുത്തുള്ളി 2 കറിവേപ്പില ഇത്രയും കൊട്ടൊന്ന് ചതച്ചിട്ട് മതി. ശരി, എന്നാ ഒന്ന് ചതച്ചിടുക. നമ്മൾ മുമ്പേ ചക്ക അടുപ്പേ വെച്ചായിരുന്നല്ലോ വേവാൻ. ചക്ക ഇടിച്ചക്ക പൊടിച്ച് ഞാൻ അടുപ്പേ വെച്ചായിരുന്നു. മഞ്ഞളും ഉപ്പും 2 കറിവേപ്പില ഇട്ട് വെച്ചിരുന്നു. അപ്പം ഞാൻ അതിന് തേങ്ങയും മുളകും പിന്നെ വെളുത്തുള്ളിയും ജീരകം എല്ലാം കൂടെ ചതച്ചതാണ്. അപ്പം ആ ചക്ക വെന്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ഇട്ട് കൊടുക്കാം. അവന് എടുക്കുന്നുണ്ട്. സാരമില്ല. അപ്പം ഞാനൊരു ശകലം വൻപയറും കൂടെ അതിനകത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ആവി വന്നോട്ടെ. പയർ ഞാൻ ഉപ്പിട്ട് പുഴുങ്ങിയതാണ്. അതിന് ഉപ്പിട്ട് കഴിക്കാം. അപ്പോൾ ഒന്ന് ആവി വന്നോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കടുക് വറക്കാനുള്ള കാര്യങ്ങളെല്ലാം എടുക്കാം. അരപ്പ് പിന്നെ വൻപയർ പുഴുങ്ങിയതും അരപ്പും കൂടി ഇട്ട് ആവി കയറാൻ വെച്ച് അത് ആവിയായി സെറ്റായിട്ടുണ്ട്. ഞാനിപ്പം കടുക് വറക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിച്ച് അതിന് കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്നിട്ട് കൊടുത്ത് ഉഴുന്ന് ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉഴുന്നൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ അടുത്തേക്ക് മാറ്റിയത് ഈ ഉള്ളിയും മുളകും കറിവേപ്പിലയും നല്ലോണം മുളക്കുന്നല്ല. നമുക്ക് അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഉള്ളിയും മുളകും കറിവേപ്പിലയും എല്ലാം മൂത്ത് നമ്മുടെ ഇടിച്ചക്ക തോരനായിട്ടുണ്ട്. വലിയ തീ വിലയ്ക്ക് മേടിച്ചതാണ്. തീ വില നമ്മുടെ നാട്ടിലൊക്കെ ഇതോരോ പ്രാവിൻ്റെ വിട്ട് പൊഴിഞ്ഞ് കിടക്കുകയും വെട്ടിക്കളയുകയൊക്കെ ചെയ്യുന്ന കാണാം. ഇവിടെ വന്നപ്പോൾ അത് തീ വിലയ്ക്ക് വാങ്ങിച്ചു. ഉള്ളി മുളകും എല്ലാം ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല
റെഡിയായി. അപ്പം നമുക്ക് ഇടിച്ചക്ക തോരൻ റെഡിയായി. ഇനി ഇത് അടുത്ത വീഡിയോ കാണാം.